വീരരസപ്രധാനമായ സംഗീത നാടക കല. ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. ചിന്നത്തമ്പി അണ്ണാവി ചിട്ടപ്പെടുത്തിയ ദൃശ്യാവിഷ്കാരം ഇപ്പോഴോ? ഇല്ല. നല്ല തട്ടുപൊളിപ്പൻ നാടകം ഇപ്പൊ കത്തിയില്ലേ? അതാണ് നമ്മുടെ ഐറ്റം, ചവിട്ട് നാടകം. 3 നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന കലാരൂപം, ചലിക്കുന്ന ചരിത്രവും ചരിതവും പാടിപ്പറയുന്ന ചാടിച്ചവിട്ടുന്ന ചവിട്ടു നാടകം. ചവിട്ടുനാടകം കാണാൻ പല കാരണങ്ങളാണ്. കലാപ്രതിഭകളായ മക്കളുടെയും കൊച്ചുമക്കളുടെയും പ്രകടനം കാണാനെത്തിയവർ. ഈ ഡാൻസുമായിട്ട് നല്ല ബന്ധമുണ്ട്. 2 വയസ്സ് മുതൽ ആൾ ഭരതനാട്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. സ്വസ്തിക് ഡാൻസ് അക്കാഡമിയിലാണ് പൂജപ്പുര പഠിക്കുന്നത്. ചവിട്ടുനാടകം കാണാൻ കാരണങ്ങൾ പോലും വേണ്ട, കണ്ടാൽ മതിയെന്ന് ചിലർ. ചവിട്ട് നാടകം കാണാൻ കാരണം അവരുടെ ആ ഡ്രസ്സിങ്ങും അതുപോലെ അവരുടെ ആക്ഷൻ, ചവിട്ട് ആ കളി, കാലിൻ്റെ ആ താളങ്ങളും ഒക്കെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം കുട്ടിക്ക് മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് ചവിട്ട് നാടകം ഞങ്ങൾ കാണാറുണ്ട്. എല്ലാ സ്റ്റേജിലും പോയിട്ട് ഈ കാണുന്ന ഒരു കളി തന്നെയാണിത്. രാജാവും രാജ്ഞിയും വേദിയിലെത്തിയപ്പോൾ വേദിയുടെ പരിസരം രാജഭരണകാലത്തിന്റെ ശേഷിപ്പുകൾ ബാക്കിയാക്കി. നടുമുറ്റത്ത് അനാഥമായ സിംഹാസനം കണ്ട് സ്വയം രാജാവായാലോന്ന് ഒരു നിമിഷ ചിന്ത. പക്ഷേ നിരാശയായിരുന്നു ഫലം. വേദിയിൽ വിളി മുഴങ്ങി. സിംഹാസനവുമായി ഭടന്മാർ വേദിയിലേക്ക് ഓടിയെടുക്കാൻ നോക്കിയ എനിക്ക് നേരെയും വന്നു തലയ്ക്ക് മുകളിൽ ഒരു കാല്. ചവിട്ടുകൊണ്ട ഞാൻ ചിരിയോടെ പറഞ്ഞു, ചവിട്ടു നാടകത്തിന് ഐക്യദാർഢ്യം. രാജാവും രാജ്ഞിയുമൊക്കെ തുള്ളിക്കളിക്കുന്ന ചവിട്ട് നാടകം. അന്യം നിന്നു പോകുന്ന ഇത്തരം കലാരൂപങ്ങൾ നമുക്ക് കാണാനാവുക ഇതുപോലുള്ള കലാവേദികളിലാണ്. ചവിട്ട് നാടകം കണ്ട് മടങ്ങുകയാണ്. ചവിട്ട് കൊള്ളാതെ ജസ്റ്റ് രക്ഷപ്പെട്ട ക്യാമറോൻ മനുവിനൊപ്പം ചെറിയൊരു ചവിട്ട് കൊണ്ട് സംതൃപ്തനായ അമൽ പ്രീത പ്രദീപ്, ജനം.